ഓം അവതാരവരിഷ്ടം തം സർവാനുഗ്രഹദായിനം നാരായണഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. സംപൂജ്യ ഗുരുജനങ്ങളെ, ഏറെ സ്നേഹവും കടപ്പാടുമുള്ള സഹോദരീ സഹോദരന്മാരെ, ഗുരുപ്രഭാഷണം അതീവ താല്പര്യത്തോടുകൂടി ശ്രവിക്കുന്ന ആത്മമിത്രങ്ങളെ, ഗുരുഭക്തരെ നിരന്തരം പ്രബുദ്ധരാക്കി തീർക്കുന്ന ഗുരു TV സാരഥികളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ നിസ്സീമമായ സ്നേഹാദരവുകൾ അറിയിക്കുന്നു. ഇന്നത്തെ എൻ്റെ പ്രഭാഷണ വിഷയം 92ാമത് ശിവഗിരി തീർത്ഥാടനം, ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള വിശുദ്ധയാത്ര എന്നതാണ്. ലോകാരാധ്യനും രക്ഷകനും അനുകമ്പാമൂർത്തിയുമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ചിന്തിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോൾ ഈ സന്ദർഭത്തിൻ്റെ സ്വാധീനവും അനിവാര്യമായ പ്രേരണയുമാണ് ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. 92ാമത് ശിവഗിരി തീർത്ഥാടനം, ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള വിശുദ്ധമായ യാത്ര എന്ന് അടിവരയിട്ട് പറയുന്നതിന് തൃപ്പാദങ്ങളുടെ സാക്ഷിപത്രത്തിൻ്റെ പിൻബലത്തോടുകൂടി തന്നെയാണ്. ഗുരുദേവൻ സശരീരനായിട്ടിരിക്കുമ്പോൾ തന്നെ പല സന്ദർഭങ്ങളിലും തൻ്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശിവഗിരി ഭൂമിയിലെ സ്വർഗമാണെന്ന്. അതുപോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടുകൂടി അരുളി ചെയ്തു ശാരദാദേവി നമ്മുടെ അമ്മയാണെന്നും. ഇവിടെയാണ് ശിവഗിരി തീർത്ഥാടനം സ്വർഗത്തിലേക്കുള്ള വിശുദ്ധയാത്രയായി രൂപാന്തരത്വം പ്രാപിക്കുന്നത്. ആമുഖമായി ഇത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അന്തർദേശീയ രംഗത്ത് പോലും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന ശിവഗിരി തീർത്ഥാടനത്തിന് ഈ വർഷം 92 വയസ്സ് തികയുകയാണ്. ശതാബ്ദിയോടടുത്ത് നിൽക്കുന്ന പരിശുദ്ധവും പരിപാവനവുമായ ശിവഗിരി തീർത്ഥാടനം ഗുരുദേവൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് അറിവിൻ്റെ തീർത്ഥാടനമായിട്ടാണ്. അഥവാ അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണമെന്നായിരുന്നു ഗുരുവിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇവിടെയാണ് ഇതര തീർത്ഥാടനങ്ങളിൽ നിന്നും തീർത്ഥാടന സങ്കല്പങ്ങളിൽ നിന്നും ശിവഗിരി തീർത്ഥാടനത്തെ വ്യതിരക്തമാക്കുന്ന സവിശേഷത. ലോകപ്രശസ്തിയും പ്രചാരണവും പ്രാധാന്യവും ഒക്കെ ലഭിച്ചിട്ടുള്ള ഒട്ടനവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ നമുക്ക് ഏവർക്കും അനുഭവങ്ങൾ കൊണ്ട് സുപരിചിതമാണ്. മെക്ക, മെദീന, ജെറുസലേം, രാമേശ്വരം, പളനി, ശബരിമല ഇവയൊക്കെ പുണ്യസ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളുമാണ്. പക്ഷേ ഒരേ ഒരു മൗലിക വ്യത്യാസം മാത്രം. ഈ പുണ്യ സങ്കേതങ്ങളൊക്കെ പുണ്യത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും പ്രഭവസ്ഥാനങ്ങളും സ്വർഗീയ അനുഭവത്തിൻ്റെയും അനുഭൂതിയുടെയും അമരസ്ഥാനവുമായി എക്കാലവും വിശ്വസിക്കപ്പെടുമ്പോൾ ഈ ഭൂമുഖത്ത് ഒരേ ഒരു ശിവഗിരി തീർത്ഥാടനമാണ് അറിവിൻ്റെ തീർത്ഥാടനമായി വേറിട്ട് നിൽക്കുന്നത്. കാലത്തിനു മുന്നേ നടക്കുകയും ചരിത്രത്തെ മാറ്റിയെഴുതുകയും ചെയ്ത കർമ്മയോഗിയും ക്രാന്തദർശിയും നവോത്ഥാന നായകനുമായ ശ്രീനാരായണ ഗുരുദേവൻ അശരണർക്കും ആർത്തർക്കും ആലംബഹീനർക്കും ജനകോടികളുടെ വൈദികവും ഭൗതികവുമായ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം നൽകിയത് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നല്ലത് തന്നെ. ലോക ചരിത്രത്തിൻ്റെ ഏടുകളിൽ തന്നെ ഇത് എന്നെന്നും പ്രോജ്വലിച്ചു നിൽക്കുന്ന ഒരു അധ്യായമാണ്. 92ാമത് ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന ഈ സന്ദർഭം എന്തുകൊണ്ടും സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്നു. ഒട്ടനവധി സംഭവ പരമ്പരകൾ ശതാബ്ദിയുടെ നിറവിലും നിലാവിലും പൂത്തുലയുകയാണ്. അവയൊക്കെ പുണ്യപുരുഷനും വിമോചകനുമായ ശ്രീനാരായണ ഗുരുദേവൻ മുഖ്യസ്ഥാനത്ത് നിലകൊണ്ട്
നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് തന്നെയായിരുന്നു. 1924 പ്രധാനമായി സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം 1920 തന്നെ ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനം, 1925 മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വന്ന് വിശ്വഗുരുവിനെ സന്ദർശിച്ചതിൻ്റെ ശതാബ്ദി, 1924 ജനുവരി 16 മഹാകവി കുമാരനാശാൻ്റെ ദേഹവിയോഗത്തിൻ്റെ ശതാബ്ദി തുടങ്ങി ചരിത്ര പ്രസിദ്ധവും ദേശീയ പ്രാധാന്യമുള്ള പഠനാർഹമായ കർമ്മകാണ്ഡങ്ങളുടെ ശതാബ്ദി ആചരണ പരിപാടികൾ ഇതിനകം വ്യത്യസ്തവും വിഭിന്നവുമായ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരികയുമാണ്. അതുകൊണ്ട് തന്നെ 92ാമത് ശിവഗിരി തീർത്ഥാടനം ഗുരുദേവ ഭക്തരെയും വിശിഷ്യ ശിവഗിരി തീർത്ഥാടകരെയും ഒരുപോലെ ഹഠാതാകർഷിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സമഗ്രമായി പഠിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്യുമ്പോൾ തീർത്ഥാടകർ അവശ്യം അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, കരുണാമയനും ദാർശിക പ്രതിഭാധനനുമായ തൃപ്പാദങ്ങളുടെ അനുഗ്രഹ ആശിസ്സുകളോടെ തുടക്കം കുറിച്ച തീർത്ഥാടനം എന്ന നിലയിൽ അതിൻ്റെ വ്യക്തമായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ തികഞ്ഞ പ്രതിബദ്ധതയോടുകൂടി അറിഞ്ഞിരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യണം. 1928 കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിൽ ഗുരുദേവൻ വിശ്രമിക്കുന്ന സന്ദർഭത്തിലാണല്ലോ ഗുരുദേവ ഭക്തരായ കിട്ടൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും തൃപ്പാദസന്നിയിൽ എത്തി ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം ചോദിക്കുന്നത്. ധാരാളം ഗുരുദേവ ഭക്തർ അന്ന് അവിടെ ഗുരുവിനെ കാണുവാൻ എത്തിയിരുന്നു. ക്ഷേത്ര സന്നിധിയിലുള്ള തേന്മാവിൻ ചുവട്ടിൽ ഗുരുദേവൻ വിശ്രമിക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഈ ചരിത്ര പുരുഷന്മാർ ഗുരുവിനെ നേരിട്ട് വന്ന് കാണുന്നത്. സംഭാഷണത്തിൻ്റെ വിശദരൂപവും തീർത്ഥാടന ലക്ഷ്യത്തിൻ്റെ സമഗ്ര വിശദീകരണവും സ്വാഭാവികമായും ഗുരുഭക്തർക്കുണ്ടായ സംശയങ്ങൾക്കുമെല്ലാം ഗുരുദേവൻ വ്യക്തമായ നിർദ്ദേശങ്ങളും തീർത്ഥാടനത്തിൻ്റെ ആത്യന്തികമായ പ്രഖ്യാപിത ലക്ഷ്യങ്ങളും അവിടെ വെച്ച് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. വിഷയത്തിൻ്റെ വൈപുല്യവും സമയത്തിൻ്റെ പരിധിയും പരിമിതിയും കാരണം സന്ദർഭോചിതമായി ഒരു നിയന്ത്രണം ഇവിടെ ആവശ്യമായി വന്നിരിക്കുന്നതിൽ ഞാൻ ഖേദിക്കുന്നു. സംഭാഷണ സന്ദർഭത്തിൽ ഗുരുദേവൻ പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് കൽപ്പിച്ച ഒരു കാര്യം പ്രത്യേകം ഈ തീർത്ഥാടന വേളയിൽ പ്രസക്തമാണ്. അതായത്, ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഗുരുദേവൻ കൽപ്പിച്ചനുവദിച്ച അഷ്ടവിഷയങ്ങളെ അധികരിച്ച് പണ്ഡിത ശ്രേഷ്ഠരെ ക്ഷണിച്ചു വരുത്തി പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കണമെന്നും 10 ദിവസത്തെ പഞ്ചശുദ്ധി വ്രതാനുഷ്ഠാനത്തോടുകൂടി ശിവഗിരിയിൽ എത്തിച്ചേരുന്ന ഗുരുഭക്തർ ആ പ്രഭാഷണങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടും ഭക്തി ആദരവോടുകൂടിയും കേട്ട് മനസ്സിലാക്കുകയും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും വേണമെന്ന് ഉത്ബോധിപ്പിക്കുകയുണ്ടായി. അങ്ങനെയായാൽ അത് വ്യക്തിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകാരപ്രദമാകുമെന്ന് ഗുരുദേവൻ അരുളി ചെയ്തു. അഹിംസയുടെ പ്രവാചകനായ ശ്രീ ബുദ്ധൻ്റെ അഷ്ടാംഗമാർഗങ്ങളെപ്പോലെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് അഭിനവ ബുദ്ധൻ ശ്രീനാരായണൻ്റെ അഷ്ടവിഷയങ്ങളായ വിദ്യാഭ്യാസം, ആരോഗ്യം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയവ. ഈ വിഷയങ്ങളെക്കുറിച്ചാണ് ശിവഗിരി തീർത്ഥാടക ലക്ഷങ്ങൾ അവധാനതയോടുകൂടി പണ്ഡിത ശ്രേഷ്ഠരുടെ പ്രസംഗങ്ങൾ ശ്രവിക്കുകയും അതിൻ്റെ
സാരാംശം സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് കൽപ്പിച്ചത്. സർവം സ്പർശിയായ ജീവിത ആചരണ അനുഷ്ഠാനങ്ങൾക്കെല്ലാം ഗുരുദേവൻ ശാശ്വതമായ നിർദ്ദേശങ്ങളാണ് നാഗമ്പടം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നൽകിയത്. തീർത്ഥാടകരുടെ വേഷം എന്തായിരിക്കണമെന്ന ചോദ്യത്തിന് ശിവഗിരി തീർത്ഥാടകർ ശ്രീകൃഷ്ണൻ്റെയും ശ്രീബുദ്ധൻ്റെയും വേഷമായ മഞ്ഞവസ്ത്രം ധരിച്ചുകൊള്ളട്ടെ എന്ന് കൽപ്പിക്കുകയുണ്ടായി. പക്ഷേ ഒരു തിരുത്തൽ കൂടി പറഞ്ഞു. മഞ്ഞപ്പെട്ടെന്ന് നാം പറയുമ്പോൾ ആരും വിലപിടിപ്പുള്ള മഞ്ഞപ്പട്ട് വാങ്ങരുത്. തീർത്ഥാടന സമയത്തെക്കുറിച്ചും ഭക്തജനങ്ങൾക്ക് വ്യക്തത വേണമായിരുന്നു. അതിനു മറുപടിയായി തൃപ്പാദങ്ങൾ കൽപ്പിച്ചത് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പായ പുതുവർഷ ദിനമായ ജനുവരി 1 ആയിക്കൊള്ളട്ടെ എന്നായിരുന്നു. തീർത്ഥാടകർ ആര് തന്നെ ആയിരുന്നാലും എല്ലാവരും 10 ദിവസത്തെ പഞ്ചശുദ്ധി വ്രതാനുഷ്ഠാനം സ്വീകരിച്ചവരായിരിക്കണമെന്നും ആരോഗ്യമുള്ളവർ നടന്നും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വാഹനങ്ങളിലോ യാത്ര ചെയ്യട്ടെ. എല്ലാവരും ഭയഭക്തിയോടെ നാമസങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈശ്വരസ്മരണയോടെ ശിവഗിരി എന്ന സ്വർഗഭൂമിയിൽ പ്രവേശിക്കണമെന്നും ഗുരുദേവൻ സംഭാഷണ വേളയിൽ വ്യക്തമാക്കി. തീർത്ഥാടനം ഒരു ഉത്സവമോ ആഘോഷമോ ആക്കി മാറ്റരുതെന്നും അത് അറിവിൻ്റെ തീർത്ഥാടനമാക്കി മാറ്റണമെന്നും പരമകാരുണികനായ അവതാരമൂർത്തി കൽപ്പിച്ചു. ശിവഗിരി തീർത്ഥാടനം ലളിതവും ആർഭാടരഹിതവുമാകണമെന്നും അനാവശ്യമായി ഒരു പൈസ പോലും ചെലവഴിക്കുന്നത് ആശാസ്യമല്ലെന്നും ഗുരുദേവൻ ഭക്തജനങ്ങളെ ഓർമ്മപ്പെടുത്തി. അവസാനമായി കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയ ഭക്തജനങ്ങൾക്ക് പ്രത്യേകമായി ഒരു ആഗ്രഹം കൂടി ബാക്കിയുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പ്രധാന തീർത്ഥാടന ദിവസങ്ങളായ ഡിസംബർ 30, 31, അടുത്ത പുതുവർഷ ദിനമായ ജനുവരി 1 എന്നീ ദിവസങ്ങളിൽ ശിവഗിരിയിൽ എത്തുമ്പോൾ തൃപ്പാദങ്ങളുടെ സാന്നിധ്യവും അനുഗ്രഹവും അവർക്കെല്ലാം ഉണ്ടാകണമെന്നും പ്രത്യാശയോടെ അവർ അപേക്ഷിച്ചപ്പോൾ കരുണാമയനും ഭക്തവത്സലനുമായ ഗുരുദേവൻ മന്ദസ്മിതത്തോടുകൂടി നാം എന്നും അവിടെ ഉണ്ടായിരിക്കും എന്ന് അർത്ഥം വരും വിധത്തിൽ ഉത്തരം നൽകി ഭക്തജനങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു. മഹത്തായ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉത്ഭവം, സന്ദർഭം, പശ്ചാത്തലം എന്നിവയാണ് ഇവിടെ ഹ്രസ്വമായി ഞാൻ പ്രതിപാദിച്ചത്. ബൃഹത്തും സമഗ്രവുമായ ശിവഗിരി തീർത്ഥാടനം ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള വിശുദ്ധയാത്ര എന്ന വിഷയത്തിന് സമാപനം കുറിക്കുവാൻ സമയമായിരിക്കുന്നു. കേവലം 5 പേരിൽ തുടങ്ങിയ ശിവഗിരി തീർത്ഥാടനം അതിൻ്റെ ഐതിഹാസികവും സംഭവബഹുലവുമായ 92ാം വർഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ ആയുസ്സും വപുസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച ലോകാരാധ്യനും മാനവരാശിയുടെ വിമോചകനുമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാവന സ്മരണ സഫലീകരിക്കുന്നതിനും ശാശ്വതീകരിക്കുന്നതിനും ശിവഗിരി തീർത്ഥാടക ഭക്തലക്ഷങ്ങൾ തൃപ്പാദങ്ങൾ കൽപ്പിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച തീർത്ഥാടന ലക്ഷ്യങ്ങൾ അതർഹിക്കുന്ന പ്രാധാന്യത്തോടും ഹൃദയവിശുദ്ധിയോടും കൂടി ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ അനവരതം യത്നിക്കുന്നതോടൊപ്പം ധാർമ്മിക മൂല്യങ്ങളുടെ പ്രകാശഗോപുരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഭഗവാന്റെ തിരുവചനം ധർമ്മത്തിൻ്റെ ഭാഗത്തു നിന്നും തോൽക്കുന്നതാണ് അധർമ്മത്തിൻ്റെ ഭാഗത്തു നിന്ന് വിജയിക്കുന്നതിനേക്കാൾ നല്ലത്. ഈ രക്ഷാമന്ത്രം നമുക്കെന്നും ആത്മാഭിമാനം പ്രദാനം ചെയ്യുന്ന പ്രേരണയും പ്രചോദനവുമായി മാറട്ടെ എന്നും പ്രത്യാശിക്കുന്നു. വിനയവും വിവേകവും മണ്ണിലെ മനുഷ്യനെ വിണ്ണിലേക്കുയർത്തുമെന്ന് ഭാരതീയൻ്റെ ആപ്തവാക്യം. ഒപ്പം പരോപകാരമേ പുണ്യം,
പാപമേ പരപീഡനം എന്ന വ്യാസമഹർഷിയുടെ സാരോപദേശവും ശരിവയ്ക്കുന്ന ഉദാത്തവും ഉത്കൃഷ്ടമായ ഒരു പദ്യം ആത്മോപദേശ ശതകത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടും ഉചിതമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം. ഭഗവാന്റെ വേദാന്ത സമ്പുഷ്ടമായ ആത്മോപദേശ ശതകത്തിലെ 23-ാമത്തെ പദ്യമാണിത്. ശിവഗിരി തീർത്ഥാടകൻ്റെ നിതാന്ത ശാന്തിക്കും സമാധാനത്തിനും ഈ ഒരു പദ്യത്തിൻ്റെയെങ്കിലും പാരായണവും പഠനവും സ്വാംശീകരണവും വളരെയധികം ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗുരുദേവ സൗരഭ്യം വത്തിക്കാനിലും എത്തി നിൽക്കുന്ന അസുലഭ സന്ദർഭം ശിവഗിരി തീർത്ഥാടനം, ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള വിശുദ്ധയാത്ര എന്ന കാലിക പ്രസക്തിയുള്ള ഈ പ്രഭാഷണ വിഷയം ഏവരുടെയും പരിഗണനയ്ക്കും പരിചിന്തനത്തിനും വേണ്ടി വിനയപൂർവ്വം ഞാൻ സമർപ്പിക്കുന്നു. നമ്മയെല്ലാം ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.